ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരുപാട് സമര ചരിത്രങ്ങളുടെ ഒരു ഈറ്റില്ലം കൂടിയായ കൊല്ലം ജില്ലയിലെ മാമൂട് പ്രദേശത്ത് ബോംബെ കമ്പനി എന്നറിയപ്പെടുന്ന ഒരു കശുവണ്ടി ഫാക്ടറിക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കശുവണ്ടി ഫാക്ടറി ഏകദേശം ഒരു 9 വർഷക്കാലമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ജോലി ചെയ്ത ഒട്ടനവധി തൊഴിലാളികളാണ് നമ്മളോടൊപ്പം ഈ പരിസരത്തൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും സമരവുമായിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ സമരം ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അവർക്ക് നാളിതുവരെ ചെയ്ത ജോലിയുടെ അവകാശം ഇതുവരെ ലഭ്യമല്ല. ഈ കമ്പനി പൂട്ടി ഇത് മറിച്ചു വിൽക്കുകയും മറ്റു ഏതോ വലിയൊരു സ്ഥാപനം ഇത് ഏറ്റെടുത്തുകൊണ്ട് വേറേതോ ഫാക്ടറിയായിട്ട് നടത്തുകയും ഒക്കെ ഉള്ള തീരുമാനമാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കാലം കഷ്ടപ്പെട്ട ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടതായ ന്യായമായ അവരുടെ അവകാശം അത് ലഭ്യമാക്കുവാനുള്ള സമര പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമീപവാസി എനിക്കറിയാവുന്നവരാണ് ഈ അമ്മമാരും സഹോദരിമാരും ഒക്കെ തന്നെ. അപ്പം അവർക്കെല്ലാവർക്കും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞാനും. കാരണം ഞാൻ എന്നും ഇതുവഴി കടന്നു പോകുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സമരപരിപാടി ആരംഭിച്ചത്. ഇത് കാണാതിരിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് കണ്ട് ഇതിൻ്റെ കൃത്യമായ കാര്യം മനസ്സിലാക്കി അതിനുവേണ്ട നടപടി ചെയ്യണമെന്ന് ഞാനും ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ഈ ഫാക്ടറി ജോലിക്ക് കയറിയിട്ട് 35 വർഷമായി. ഈ 35 വർഷം ആദ്യം ഈ കമ്പനി ഞങ്ങൾ ഇവിടെ കയറുമ്പോൾ ജോലി നടത്തുന്നത് വാസുദേവൻ നായ്ക്കൻ എന്നൊരു മുതലാളിയായിരുന്നു. ആ മുതലാളി ഈ അബ്ബാസ് മുതലാളിക്ക് ഈ ഫാക്ടറി കൈമാറുമ്പോൾ അന്ന് അദ്ദേഹം ഈ അബ്ബാസ് മുതലാളിയോട് പറഞ്ഞ്, ഞാൻ എൻ്റെ തൊഴിലാളികളെ നിങ്ങൾക്ക് തരുക, സകല അവകാശങ്ങളോടും കൂടിയാണ് എൻ്റെ തൊഴിലാളികളെ, അവരെ കഷ്ടപ്പെടുത്തരുത്, അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളും അവർക്ക് ജോലിയും നൽകണം. അങ്ങനെ എന്ന് വിചാരിച്ച് ഈ അബ്ബാസ് മുതലാളി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ജോലിക്ക് കുറവൊന്നും വന്നിട്ടില്ല. ജോലി ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുടക്കവേ ഉള്ളൂ. അന്ന് ഞങ്ങളുടെ ഈ അബ്ബാസ് മുതലാളി ഞങ്ങളോട് പറഞ്ഞ്, ഞാൻ ഈ കമ്പനി ജോലി നടത്തുന്നിടത്തോളം കാലം വരെ നിങ്ങൾക്ക് ഒരു പ്രയാസങ്ങളും ഉണ്ടാവത്തില്ല. ആ ഇല്ലേ അന്നത് പറഞ്ഞതെല്ലാം സത്യം തന്നെയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ തരും. അന്ന് ഞങ്ങൾക്ക് 13 ലീവ് ശമ്പളമാണ് ഒരു വർഷത്തിൽ ഞങ്ങൾക്ക് തരുന്നത്. ഈ 13 ലീവ് ശമ്പളം ഞങ്ങൾ ചോദിക്കുക പോലും വേണ്ട. മാസം 30 ആ ലീവ് ശമ്പളം ഞങ്ങളുടെ കാർഡിൽ കൂട്ടിയടി ശമ്പളമായാലും ഞങ്ങൾക്ക് ബോണസിനായാലും കാഷ് ലീവായാലും ഒന്നിനും ഞങ്ങൾക്കൊരു തടസ്സവും ഇല്ല. പക്ഷേ ഞങ്ങൾ ഈ 9 വർഷം കൊണ്ട് ഒരു ദിവസം ജോലി നിർത്തുന്നു. ഞങ്ങൾ ചോദിച്ചു, എന്ന് ജോലിയുണ്ട്? അത് 2 ആഴ്ചത്തെ മുടക്കേ ഉള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി തുടങ്ങും. അത് ബാങ്കിൽ നമുക്ക് പണം എടുക്കണമെങ്കിൽ പിന്നെ എന്തോ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഈ പണം എടുക്കണം. അങ്ങനെ ഞങ്ങളെ തല കാണിച്ച് ഈ മുതലാളി കോടിക്കണക്കിന് രൂപ പണം ഓരോ ബാങ്കിൽ നിന്നും എടുത്ത് അവസാനം വന്നു ഞങ്ങളോട് പറഞ്ഞ്, ഞാൻ കടക്കാരനായി, എനിക്ക് ജോലി ചെയ്യാൻ നിവർത്തിയില്ല, എനിക്ക് ഈ ഫാക്ടറി ജോലി ചെയ്യിക്കാനുള്ള നിവർത്തി എനിക്കില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ജോലി വേണമെന്നും പറഞ്ഞ് ഒരിക്കൽ ഞങ്ങൾ മോലാളിയുടെ ഡെഡ് ഓഫീസിൽ ചെന്നപ്പോൾ അന്ന് മോലാളി പറഞ്ഞത്, ഇഷ്ടം പോലെ തോട്ടണ്ടി ഇവിടെ വരുന്ന സമയത്ത് ഈ ഫാക്ടറിയിൽ ഒരാൾക്ക് തോട്ടണ്ടി ഇറക്കാൻ ഇതിനകത്തൊരാണുങ്ങളില്ല. പുറത്തുനിന്ന് ഞാൻ ആളിനെ കൊണ്ടുവന്നാണ് തോട്ടണ്ടി ഇറക്കുന്നത്. അത് സത്യമാണ്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറയട്ടല്ലെന്ന്, അതും സത്യമാണ്. അങ്ങനെ ഞാൻ കാശ് കൊടുത്താണ് ഞാൻ തോട്ടണ്ടി ഇറക്കി ഞാൻ ജോലി ചെയ്യിക്കുന്നത്. അന്നും ഞങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ജോലിക്ക് പിന്നീട് ഇദ്ദേഹം ഈ കമ്പനി ഏതാണ്ട് വൃത്തിയാക്കി ജോലി തുടങ്ങാമെന്നും പറഞ്ഞും കൊണ്ട് ഓരോ സ്ഥാപനത്തിൽ ജോലിക്ക് പോയ പെണ്ണുങ്ങളെല്ലാം ആ ജോലിയും കളഞ്ഞേച്ച് വന്ന് ഇവിടെ ജോലി തുടങ്ങും. അവത്തുങ്ങൾക്ക് ആ ജോലിയില്ല, ഈ ജോലിയില്ല. എന്നാൽ പിന്നെ ഞങ്ങളുടെ അവകാശം തരട്ടെന്ന് പറഞ്ഞ് അവകാശത്തിന് ഞങ്ങൾ 3-4 പ്രാവശ്യം ചെന്നപ്പോഴും ഞങ്ങളോട് നല്ല സൗമ്യമായ ഭാഷയിലൊക്കെ ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് ഞങ്ങളൊരു യൂണിയൻകാരുമായിട്ട് ഞങ്ങൾ ഇടപെട്ടില്ല. യൂണിയൻകാരുമായിട്ട് ഇടപെടാതെ ഇപ്പം ഞങ്ങൾ അവകാശം ചോദിക്കാൻ ചെല്ലുമ്പോൾ മോലാളി പറയുന്ന ഒരു SUCIയുടെ ഒരു നേതാവ് രാധാകൃഷ്ണ പിള്ളയാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് രാധാകൃഷ്ണ പിള്ളയുടെ കാര്യം ഞങ്ങൾക്ക് അറിയണ്ട, മോലാളി കേസില്ലാത്തവർക്ക് മോലാളി കാശ് കൂടി. അങ്ങനെ 2-3 പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ അവകാശത്തിന് ഞങ്ങൾ ഹെഡ് ഓഫീസിൽ ചെന്നു. അന്നൊരു ദിവസം മുതലാളി ഇതുപോലെ ഞങ്ങളടുത്ത് പറഞ്ഞ്, ഡിസംബർ 31 ഒരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവകാശം തരുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഡിസംബർ 31 ഈ അസുഖം ബാധിച്ചവർ വരെ അവിടെ വന്ന് ആ വെയിൽ കൊണ്ടണക്കെ ആ മുതലാളി ആ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങിയില്ല. പിന്നെ പോലീസ് വന്ന് ഞങ്ങളോട് പറഞ്ഞ്, ന്യൂ ഇയർ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ചൊവ്വാഴ്ച വരാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചൊവ്വാഴ്ച ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്ന്
5 മണി വരെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇരുന്നണക്ക് ഞങ്ങളെ വിളിച്ചതുമില്ല. ഞങ്ങൾ അതിനെപ്പറ്റി ഒരു കാര്യം ഞങ്ങളോട് ചോദിച്ചതുമില്ല. അവസാനം പിന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്ത് ഇന്ന് തൊട്ട് ഞങ്ങൾ ഫാക്ടറി പഠിക്കൽ സമരം ചെയ്യുക. 3-4 പേര് കയറി അവർ വഴക്കിട്ടിറങ്ങി പോരുന്നേ അല്ലേ, ഒന്നും ഒത്തീർപ്പായില്ലല്ലോ. മോൻ അടിക്കാൻ കൈപൊക്കി. ഈ സ്ത്രീകൾ ഈ 4 പേരെ കൺവീനേഴ്സ് എന്ന് പറയുന്ന അവരെ 4 പേരെ അടിക്കാൻ മോൻ കൈപൊക്കി. മുതലാളി ഭയങ്കര അസഭ്യപ്പെട്ട ഭാഷയിലൊക്കെയാണ് ഇവരോട് സംസാരിച്ചതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം വേണം. ഈ തീരുമാനത്തിന് ഞങ്ങൾക്ക് മാറ്റമില്ല. ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ മുതലാളിയുടെ സ്വത്തുക്കളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട കാശ് ഞങ്ങൾക്ക് വേണം. ഇവിടെ ഏകപക്ഷീയമായി ഫാക്ടറി അടയ്ക്കുകയായിരുന്നു. തൊഴിലാളിയുടെ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഏകപക്ഷീയമായി മാനേജ്മെൻറ്റ് ഫാക്ടറി അടയ്ക്കുന്നു. തൊഴിലാളികളെല്ലാം മറ്റ് ഫാക്ടറികളിലെല്ലാം പോയി കഷ്ടപ്പെടുകയും അവരുടെ അവകാശങ്ങൾ ഇത് മാത്രമല്ല, കേവലം ഗ്രാറ്റുവിറ്റി മാത്രമല്ല, പ്രാവിഡന്റ് ഫണ്ട് അടക്കം, അതിൻ്റെ പെൻഷൻ അടക്കം, ക്ഷേമയുടെ പെൻഷൻ അടക്കം, സൂപ്പർ ആനുവേഷൻ നേടിക്കഴിയുന്ന തൊഴിലാളികൾക്ക് 58 വയസ്സ് കഴിഞ്ഞ് പിരിയുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് ലഭിക്കുന്ന ആദരവിനപ്പുറത്ത് ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ലഭിക്കാനുള്ള ESA സഹായം ഉൾപ്പെടെ, ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ ഹനിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തൊഴിലാളികൾ 7-8 വർഷക്കാലം സഹിച്ചു. പല വിധത്തിലുള്ള ഇടപെടലും നടത്തി. പല ആളുകളും ഇവിടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വലിയ നിലയിലുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട്. അതിൽ ചിലരെല്ലാം കേസുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് തന്നെ അക്കാര്യത്തിൽ സാമ്പത്തികമായ സമാഹരണങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. ആ നടത്തിയ സന്ദർഭങ്ങളിലെല്ലാം CITU ഈ പ്രശ്നത്തിനൊരു ആത്യന്തിക പരിഹാരം കാണണം എന്ന അഭിപ്രായത്തിലാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ആത്യന്തികമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഈ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ഗ്രാറ്റുവിറ്റി കൊടുക്കണം. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം മാനേജ്മെൻറ്റാണ് സ്വയം ഫാക്ടറി അടച്ചു പൂട്ടുന്നതെങ്കിൽ അവർക്ക് 15 ദിവസം അംഗീകരിച്ചിട്ടുള്ള ഗ്രാറ്റുവിറ്റി സ്വകാര്യ മാനേജ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല. കോർപ്പറേഷനും കാപ്പെക്സും മാത്രമാണ് 15 ദിവസത്തെ കശുവണ്ടി മേഖലയിൽ ആനുകൂല്യ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. എന്നാൽ സ്വന്തമായി ഏകപക്ഷീയമായി അടച്ചുപൂട്ടി പോയിട്ടുള്ള മുതലാളിമാരെല്ലാം ആ 15 ദിവസത്തെ ഗ്രാറ്റുവിറ്റി അടക്കം കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നഷ്ടമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യവസായത്തിൽ ഈ മുതലാളിക്ക് പറ്റിയ പതനം ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ ഭാഗത്തുനിന്ന് വന്ന ഏതെങ്കിലും ഒരു പെശകിൻ്റെ ഭാഗമായിട്ടല്ല. കശുവണ്ടി വ്യവസായത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ലോണുകൾ, ആ ലോൺ കശുവണ്ടി വ്യവസായത്തിൽ തന്നെ ഉപയോഗിക്കാതെ നല്ല ഒന്നാന്തരം കോടിക്കണക്കിന് രൂപ ചിലവാക്കി മണിസൗധമടക്കം നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഒരു തുണി വാങ്ങാൻ വേണ്ടി കൊല്ലത്ത് ഏതെങ്കിലും കടയിൽ വന്നാൽ കടയുടെ ഗേറ്റ് അടച്ച് മറ്റ് പൊതുജനങ്ങളെ ആരെയും കയറ്റാത്ത നിലയിലുള്ള അങ്ങേയറ്റം ആർഭാടകരമായ ജീവിതം നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വ്യവസായത്തിൽ പ്രതിസന്ധി വന്നിരിക്കുന്നത്. അല്ലാതെ ഈ ഫാക്ടറിയിലെ വ്യവസായത്തിൽ, കശുവണ്ടി വ്യവസായത്തിൽ വന്ന സ്വാഭാവികമായൊരു പതനമല്ല. അപ്പോൾ ലോണെടുത്ത് ഈ വ്യവസായം നടത്തുന്നതിന് പകരം ആഡംബര ജീവിതം നയിച്ചതിൻ്റെ തിക്ത അനുഭവമാണ് ഈ ഫാക്ടറിയിൽ നിന്ന് സംഭവിച്ചത്. ഇപ്പോൾ ഈ ഫാക്ടറി അവർ വിറ്റു എന്നാണ്, വിൽക്കാൻ എഗ്രിമെൻറ്റ് വാങ്ങിയെന്നാണ് നാട്ടിൽ പറയുന്നത്. ട്രേഡ് യൂണിയനുകളുമായി വിളിച്ച് ന്യായമായി ചർച്ച നടത്തിയാണ് ഏതൊരു ഫാക്ടറിയും വിൽക്കേണ്ടത്. ഈ ഫാക്ടറിയുടെ മുഴുവൻ അവകാശികളെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികളും കൂടിയാണ്. കേവലം ഈ മുതലാളിയുടെ മാത്രമല്ല ഈ ഫാക്ടറി. ഇവിടെ പണിയെടുക്കത്തുള്ള, കാർഡുള്ള, അംഗീകരിച്ചിട്ടുള്ള ഓരോ തൊഴിലാളിയുടെയും സ്വന്തമാണ് ഇതിനകത്തെ ഓരോ പിടി മണ്ണും. അപ്പോൾ അത് കച്ചവടം നടത്തണമെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ ട്രേഡ് യൂണിയൻ നിയമപ്രകാരം ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്യണം. ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്ന പുതിയ തൊഴിൽ കോഡ് അനുസരിച്ച് നമുക്ക് അംഗീകരിച്ചിരുന്ന 44 തൊഴിൽ അവകാശങ്ങൾ നിഷേധിച്ചു. ഇപ്പോൾ ഏത് മുതലാളിക്കും ഏത് ഫാക്ടറിയും എങ്ങനെയും വിൽക്കാം എന്ന നിയമം കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 300 തൊഴിലാളികളിൽ താഴെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലേബർ ആക്ട് പോലും ബാധകമല്ല. എന്നാൽ ഇവിടെ ആ പ്രശ്നം ഉദിക്കുന്നില്ല. ഇവിടെ 300-ലേറെ തൊഴിലാളികളുള്ളതാണ്. അപ്പോൾ 300-ലേറെ തൊഴിലാളികളുള്ള ഈ ഫാക്ടറി വിൽക്കണമെങ്കിൽ തൊഴിലാളികളുമായും ട്രേഡ് യൂണിയനുകളുമായും ചർച്ച ചെയ്യണം. ആരാണ് വാങ്ങാൻ ശ്രമിക്കുന്നതെങ്കിൽ, ഏത് കൊലകൊമ്പൻ വന്ന് വാങ്ങിയാലും തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്ത് വ്യവസ്ഥാപിതമായി തൊഴിലാളിക്ക് കിട്ടാനുള്ള ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ അവകാശങ്ങളും നൽകാതെ ഒരിക്കലും ഈ ഫാക്ടറി ക്രയവിക്രയം ചെയ്യാൻ തൊഴിലാളികൾ അനുവദിക്കില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഈ സമരം. ഇതൊരു പൊട്ടിപ്പുറപ്പെട്ട സമരമാണെങ്കിൽ പോലും മുൻകൂട്ടി സമയവും കാലവും എല്ലാം നിശ്ചയിച്ച് ആരംഭിച്ചിട്ടുള്ള സമയമല്ലെങ്കിൽ പോലും ഈ തൊഴിലാളികളുടെ മുഴുവൻ ഐക്യമാണ് പരമപ്രധാനം. CITU ഒറ്റയ്ക്ക് ഈ സമരം ഏറ്റെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ, ഇവിടുത്തെ മുഴുവൻ ട്രേഡ് യൂണിയനുകളും ഒന്നിച്ചു നിന്ന്, മുഴുവൻ തൊഴിലാളികളും ഒന്നിച്ചു നിന്ന് യൂണിയൻ ഭേദമന്യേ ഒരൊറ്റ സ്വരത്തിൽ ഒരൊറ്റ ശിലയിൽ തീർത്ത വിഗ്രഹം പോലെ യോജിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ പോരാട്ടം നമുക്ക് വിജയത്തിന് എത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ സമരത്തിൻ്റെ ചാമ്പ്യനാവാനോ
ഈ സമരത്തിൽ ഏതെങ്കിലും ഒരു അവകാശവാദം ഉന്നയിക്കാനോ ഒന്നും CITU വരുന്നില്ല. നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഇവിടുത്തെ അവസാനം കയറിയ തൊഴിലാളിയുടെ ഗ്രാറ്റുവിറ്റിയും വാങ്ങിച്ച് തരുന്നിടം വരെ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ആരും പെറിയിച്ചു പോകരുത്. എല്ലാവരും യോജിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൂടെ സഹകരിക്കണം. ഇതിപ്പോൾ ഇന്നോ നാളെയോ ഒരുപക്ഷേ ഈ സമരം തീർന്നു എന്ന് വരില്ല. കാര്യം ഇന്നോ നാളെയോ തീരുമെന്ന പ്രതീക്ഷയും നമുക്കില്ല. അതുകൊണ്ട് സമരം അല്പം നീണ്ടുപോയാലും മനസാന്നിധ്യം കൈവിടാതെ മുഴുവൻ തൊഴിലാളികളും സഹകരിക്കണം. നമുക്ക് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇതിനകത്ത് ഇടപെടുത്താം. അടുത്ത 8 ദിവസക്കാലം നമ്മുടെ മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടി ആയതുകൊണ്ട് അദ്ദേഹം കൊല്ലത്തുണ്ട്. ഇതിനിടയിൽ നമുക്ക് ഗവൺമെൻറ്റിനെ ഇടപെടിക്കാൻ വേണ്ടി, ഡിപ്പാർട്ട്മെൻറ്റിനെ ഇടപെടിക്കാൻ വേണ്ടി മന്ത്രിയുടെ സഹായം ഉൾപ്പെടെ തേടാം. മന്ത്രി എന്ന് പറയുമ്പോൾ CITUവിൻ്റെ മാത്രമല്ല, മുഴുവൻ തൊഴിലാളികളുടെയും കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും. മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് മുഖത്തിനൊരു ചെറിയ മങ്ങൽ വരുന്നു. അപ്പോൾ അത് മന്ത്രി CITUവിൻ്റെ മന്ത്രിയല്ല, മുഴുവൻ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. ആ നിലയ്ക്ക് നമുക്ക് മന്ത്രിയെ കാണാം. അങ്ങനെ കൂട്ടിയോജിപ്പിക്കാവുന്ന എല്ലാ സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിലേറ്റവും പരമപ്രധാനമായി തൊഴിലാളിയുടെ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കണം. ഞങ്ങളെല്ലാം ഇന്നലെ ഇവിടെ വരുമ്പോൾ നിങ്ങളിങ്ങനെ ഇവിടെ കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നു എന്ന് അറിഞ്ഞു വന്നവരാണ്. ആ അറിഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും ന്യായമാണ്. ആ ന്യായമായ പ്രശ്നം നേടിയെടുക്കുന്നതിന് വേണ്ടി തൊഴിലാളികളുടെ ഇടയിൽ ഒരിക്കലും ഒരു ഭിന്നിപ്പ് പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ നമ്മുടെ അനിൽ സഖാവും മനോജ് സഖാവും ഇവിടെ മുരുകൻ സഖാവും താണ്ട് നമ്മുടെ സലീം സഖാവും എല്ലാം ഇവിടെ ഓടിയെത്തിയപ്പോഴും ഇവിടെ നിൽക്കുന്ന ആ സമരത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റാളുകൾക്ക് യാതൊരു വിധമായ അതൃപ്തിയും ഉണ്ടാകരുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ദൂരെ മാറി നിൽക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവരുമായി സംസാരിക്കുകയും പോലീസുകാർക്ക് ഇതിൻ്റെ യഥാർത്ഥ വശം അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ന്യായമായിട്ടുള്ള ഈ ആവശ്യം അംഗീകരിക്കുന്നത് വരെ നമ്മൾ സമരത്തിലുണ്ടാവും. അതിനകത്ത് യാതൊരു തർക്കവുമില്ലാത്തതാണ്. അതുകൊണ്ട് അയ്മാളല്ല, ഇനി ദേവേന്ദ്രൻ്റെ ഒപ്പം മുത്തപ്പട്ടനായാലും ഈ കമ്പനി വാങ്ങണമെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴിയൂ. അല്ലാതെ ഒരു ഇഞ്ച് നമ്മൾ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അതിനിപ്പോൾ നമ്മൾ റോഡിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ സ്വത്താണിത്. ഈ കമ്പനി, ഈ ഭൂമിയും ഇക്കണ്ട സ്വത്തുക്കളും എല്ലാം നമ്മുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ വഴിയാധാരമായി റോഡിലിരിക്കേണ്ട, കമ്പനിക്ക് അകത്ത് തന്നെ കയറി ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് സമരം തുടരണം. അതിന് മറ്റ് ട്രേഡ് യൂണിയനുകളും മറ്റ് പ്രവർത്തകരും നിങ്ങളെ സഹായിക്കാനുള്ള എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് സമരത്തിൻ്റെ അടുത്ത മാർഗ്ഗങ്ങളെല്ലാം ആലോചിക്കാം. ഈ ന്യായമായ സമരം, ഈ ധർമ്മ സമരം, ഈ ജീവിത സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് CITUവിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. ഡിസംബർ 31-നകം വസ്തു എഴുതി കൊടുക്കാനുള്ള കരാർ അവരോട് വെച്ചിരിക്കുന്നത്. നമ്മളെ സെറ്റിൽ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ആ കരാർ എഴുതാൻ പറ്റിയില്ല. എഴുതാൻ പറ്റുന്നില്ല. പ്രമാണം 31-നകം എഴുതാമെന്നുള്ള കരാർ അവരെ കൊടുത്തിരിക്കുന്നത്. മുതലാളിക്ക് അഡ്വാൻസ് കൊടുത്തത് നമ്മളെ സെറ്റിൽ ചെയ്ത് ഒഴിവാക്കിയിട്ട് വേണം ഈ പ്രോപ്പർട്ടി അവർക്ക് എഴുതാൻ. അതിനാണ് അയാൾ പൈസ കൊടുത്തിരുന്നത്. അങ്ങനെയാണ് അവരുടെ കരാർ എഴുതി വെച്ചിരിക്കുന്നത്. അത് നടന്നില്ലല്ലോ. ആ പൈസ എടുത്ത് മുതലാളി മറ്റു വിനിയോഗിച്ച്. അത് നമ്മൾ അറിയുന്നില്ല, എന്ത് ചെയ്തെന്ന് അയാൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ 16-ാം തീയതി അയ്മാൾ മുതലാളി വരും. ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ വരും, വാങ്ങുന്ന ആൾ. അയാൾ ഗൾഫിൽ നിന്ന് വരുന്ന 16-ാം തീയതിയാണ്. അന്ന് വന്നിട്ട് വരുന്നത് ഇത് ഡീല് ചെയ്യാനാണ്. അതിനു മുമ്പേ നമ്മുടെ മുതലാളി നമ്മളെ സെറ്റിൽ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഇത് ഡീല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വെച്ചാണ് ഇന്നലെ എന്നെ വിളിച്ചിട്ട് 2 ആഴ്ചക്കുള്ളിൽ ഡീല് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് അംഗീകരിക്കാണ്. അതുകൊണ്ട് അത് അത്രയും തീരുമാനത്തിലായി. പിന്നെ ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നമുക്കിതിനകത്ത് യാതൊരു ഇടപാടുമില്ല. നമ്മൾ മുതലാളിക്ക് നിങ്ങളുടെ പൈസ കൊടുത്തിട്ട് നിങ്ങളെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അയ്മാൾ മുതലാളിയായിട്ടല്ല നമുക്ക് തരുന്നത്. നമ്മുടെ മുതലാളി വേണം നമുക്ക് തരാൻ. അവർ ബാധ്യത ഒഴിച്ച് മുതലാളി കൊടുത്തെങ്കിൽ മാത്രമേ അവർ ഇത് പ്രോപ്പർട്ടി എടുക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞു. അത് നമ്മൾ വെച്ച് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഞങ്ങളിവിടെ തൊഴിലാളികൾ ഫാക്ടറി പഠിക്കൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴവരിങ്ങനെ അയാളന്നേരം അറിയുന്നത് ഇവിടെ ഫാക്ടറി പഠിക്കൽ തൊഴിലാളികൾ കിടപ്പുണ്ടെന്ന്. അയാൾ പറഞ്ഞ് ഫാക്ടറി പഠിക്കൽ തൊഴിലാളികൾ ഇവിടെ കഞ്ഞി വയ്ക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു. ഇവിടെ ഇതിനകത്ത് തുറന്ന് കയറും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഇതിനകത്തു നിന്നുള്ള കാരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫാക്ടറി തുറന്ന് അതിനകത്ത് കയറുമെന്ന് പറഞ്ഞു. ഫാക്ടറി തുറന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതിന് മുൻപ് എൻ്റെ പേരിലൊരു കേസ് വന്നേ അറിയാമല്ലോ, ഹൈക്കോടതിയിൽ നിന്ന്. അന്നത്തെ 1-ാം പ്രതി ഞാനാണ്, അന്നേരവും 1-ാം പ്രതി ഞാൻ. ഇപ്പോൾ മുതലാളി എനിക്കെതിരെ വീണ്ടും നീക്കം തുടർന്നുകൊണ്ടേ ഇരിക്കുമായിരിക്കും. ഞാൻ 100 മീറ്റർ ചുറ്റളവിൽ ഞാൻ ചെന്നില്ലെങ്കിൽ ആരും വരത്തില്ല. അതെനിക്കറിയാം, ആരും ചോദിക്കാൻ ചെല്ലത്തില്ല. അതുകൊണ്ട് അതാണ് തീരുമാനം. പിന്നെ ഇപ്പം ഞാൻ MLA ആയിട്ടൊന്ന് ഇടപെടാൻ നോക്കി. MLA എനിക്ക് പ്രേമേന്ദ്രനെ കൊണ്ട് പിന്നെ ഇടപെടാൻ. ഇതിപ്പോൾ MLA എങ്ങാണ്ട് സ്കൂളിലെങ്ങാണ്ട് വരുന്നുണ്ട് ഇവിടെ, കേരളം വരുന്നത്. ഇവിടെ വരുന്നത് പറയാം, നമുക്കറിയില്ല. കേൾക്കട്ടെ.
അപ്പോൾ വരുന്നത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് MLA ആയിട്ടൊന്ന് ഇടപെട്ട് പ്രേമേന്ദ്രനുമായിട്ട് MP ആയിട്ടൊന്ന് ഇടപെട്ടിട്ട് മുതലാളിയായിട്ട് നമുക്കൊരു, ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു രേഖ വേണം. ഈ 16-ാം തീയതി മുതലാളി വരുമ്പോൾ ഈ പ്രോപ്പർട്ടി ഞങ്ങൾ അറിയാതെ നമ്മളെ സെറ്റ് ചെയ്യാതെ ചെയ്തിട്ടില്ല. നമ്മളെ സെറ്റ് ചെയ്യാൻ അവരെന്തായാലും എഴുതത്തില്ല. അവർക്ക് തന്നെ എഴുതാൻ ഒക്കത്തില്ല. അവർക്കറിയാം ഇത്രയും തൊഴിലാളികളുണ്ടെന്ന്. അത് ഇനി മുതലാളി വന്നിട്ട് അവർ തമ്മിൽ തീരുമാനിക്കുമായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കുക നമ്മളിവിടെ 16-ാം തീയതി വരെ ഇവിടെ കിടക്കണോ വേണ്ടത് നിങ്ങൾ പറയുക. കിടന്നാൽ രാത്രിയും പകലും ഇവിടെ കിടക്കണോ? അതല്ല എന്നുണ്ടെങ്കിൽ മുതലാളിയുടെ വീട്ടിൽ പോയി കിടക്കാൻ ആർക്കെങ്കിലും തയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മുതലാളിയുടെ വീട്ടിൽ പോകാം. നമ്മൾ ഫാക്ടറി പഠിക്കൽ സമരം ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ഈ കമ്പനിയിൽ കിടന്നുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതവർ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പോകുന്നെങ്കിൽ നമ്മൾ ഒന്നീ മുതലാളിയുടെ വീട്ടിൽ പഠിക്കൽ രാത്രിയും പകലും കിടക്കണം. അങ്ങനെ തയ്യാറാണെങ്കിൽ ഇപ്പം ഞാൻ വരാൻ തയ്യാറാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയി MP വരട്ടെ. എന്തായാലും MP ഇവിടെ വരത്തില്ല. ഇവിടെ വന്നിരിക്കുമോ? അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി നമ്മളവിടെ കാണണം അയാളെ. പരാതി പറയാൻ നമ്മൾ എഴുതിക്കൊണ്ട് ചെല്ലണ്ടേ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾ എന്താ തീരുമാനിക്കുന്നത്? നിങ്ങൾ പറയണേ. ഇവിടെ കിടക്കുന്നു മുതലാളിയുടെ വീട്ടിൽ നിന്ന് അതോ 16-ാം തീയതി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? ഇപ്പം പറയണം. 16-ാം തീയതി വരെ കിടക്കുമോ? അവിടെ പറഞ്ഞു ഇവിടെ കിടക്കുന്നു.